ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനങ്ങളിൽ ഇ.ഡി. റെയ്ഡ് നടത്തിയെന്ന വാദം തെറ്റെന്ന് ബോബി ചെമ്മണ്ണൂർ. വ്യാപാര സ്ഥാപനങ്ങൾക്ക് സാധാരണ നിലയിൽ നൽകാറുള്ള നോട്ടീസ് നൽകിയിരുന്നു. അതിന് കൃത്യമായ മറുപടി നൽകിയതുകൊണ്ട് ഫയൽ ഉടൻ അവസാനിപ്പിക്കും. വാർത്ത ഇപ്പോൾ പുറത്തുവന്നതിന് പിന്നിൽ ചിലരുടെ വ്യക്തിവിരോധമാണെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ഈ റിപ്പോർട്ടോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. പിന്നെ അതിൽ പറയുന്നു ബോച്ചേട്ടി ലക്കി ഡ്രോ അത് ലോട്ടറി ആണെന്നും അനധികൃതമാണെന്നും ഒക്കെ ഇങ്ങനെ പറയുകയാണ്. തട്ടിപ്പാണ്, വെട്ടിപ്പാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വയനാട് ലോട്ടറി ലോ ഓഫീസർ എനിക്കെതിരെ അവിടെ പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് FIR ഇടുകയും അതുപ്രകാരം ഞാൻ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോവുകയും എനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ കോടതി ആ ഓർഡറിൽ പറയുന്നത് ലോട്ടറീസ് ആക്ട് സെക്ഷൻ 2B പ്രകാരം ബോച്ചെ ചെയ്യുന്നത് ബോച്ചേറ്റി ലോട്ടറി അല്ല, നിയമവിരുദ്ധമല്ല എന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ലോട്ടറി എന്ന് പറഞ്ഞാൽ ദ ഡെഫിനീഷൻ ഈസ് എന്താ പറയുക, ടിക്കറ്റ് പൈസയ്ക്ക് വിൽക്കുന്നതാണ് ലോട്ടറി. കേരള ഗവൺമെൻറ് ലോട്ടറി വിൽക്കുന്നുണ്ട്. പ്രൈവറ്റ് വ്യക്തികൾക്ക് അത് വിൽക്കാൻ പാടുള്ളതല്ല. പ്രോഡക്ട്സ് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വിൽക്കുമ്പോൾ സൗജന്യമായിട്ട് കൂപ്പൺ കൊടുത്ത് ലക്കി ഡ്രോ നടത്തി കാറ്, സ്വർണം, ക്യാഷൊക്കെ കൊടുക്കുന്നത് ലോകത്ത് എല്ലായിടത്തുള്ളതാണ്. കേരളത്തിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ മാത്രം ചെയ്തപ്പോൾ അത് പെട്ടെന്ന് ഫേമസ് ആയി, അത് മാത്രം ലോട്ടറി ആയിപ്പോയി, ബാക്കിയൊന്നും ലോട്ടറി അല്ല. അത് കോടതി അവിടെ പറയുന്നുണ്ട്, ഞാൻ പറയുന്നതല്ല, രേഖകളാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ വഞ്ചനയോ തട്ടിപ്പോ ഒന്നുമില്ല എന്ന് കോടതി അവിടെ പറയുന്നുണ്ട്. പോലീസ് അന്വേഷിച്ചതാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കോടതി വിധിയെക്കുറിച്ച് പറയാതെ, അല്ലെ കോടതി വിധി ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കാണിച്ചിരുന്നു, സൂം ചെയ്തിട്ട് ഇതെന്ന്, അതൊക്കെ കണ്ടിട്ടും അതൊന്നും പറയാതെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ ലോട്ടറി തട്ടിപ്പാണ്, ഫിജി കാട്ടി തട്ടിപ്പാണ്, മൊത്തം തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കുന്ന ഒരു കുപ്രചരണം നടക്കുന്നുണ്ട്.